കേരളം നമ്പർ 1 ആണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഉടൻ UDFന്റെ നേതാക്കൾ പറയും അത് നിങ്ങളുടെ മാത്രം എടുക്കുകൊണ്ടല്ല, ഞങ്ങളുടെ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു എന്ന്. ഞങ്ങളുടെ ഉമ്മൻചാണ്ടിക്കും കരുണാകരനും ആന്റണിക്കും എല്ലാം അതിൽ പങ്കുണ്ട് എന്ന്. അതിന്റെ ഒരു പീക്ക് ലെവലിൽ എത്തിയ ചില കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ പറയുന്ന ഒരു മാരക ഡയലോഗാണ് പിണറായി മഴുവെറിഞ്ഞുണ്ടാക്കിയതല്ല കേരളം എന്ന്. കേരളത്തിൽ വന്ന ഒരു റഷ്യൻ വനിത ഒരു അപകടത്തിൽപ്പെട്ട് അവർക്ക് കിട്ടിയ ചികിത്സയെക്കുറിച്ച് പറഞ്ഞപ്പോൾ കേരളത്തിന്റെ ആരോഗ്യ സംവിധാനത്തെക്കുറിച്ച് അവർ വാചാലമായി. അതാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത്. വിവിധ പഠന റിപ്പോർട്ടുകളുടെ കൂടി അടിസ്ഥാനത്തിൽ കേരളത്തിലെ ആരോഗ്യം ലോകോത്തരമാണെന്ന് മനസ്സിലാക്കിയാലും നമ്മുടെ പ്രതിപക്ഷ നേതാവ് നുണേഷൻ ഒരു ഉളുപ്പുമില്ലാതെ പറയും കേരളത്തിന്റെ ആരോഗ്യം വെന്റിലേറ്ററിലാണ് എന്ന്. ഈ സാഹചര്യത്തിൽ 24 ന്യൂസ് ചാനലിൽ നടന്ന ഒരു ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധിയുടെയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ ഒരു സീറ്റ് ഉറപ്പിക്കാൻ പെടാപ്പാടുപെടുന്ന ഒരു ഡോക്ടറുടെയും വാദങ്ങളെ വസ്തുതകളും കണക്കും നിരത്തി പൊളിച്ചെടുക്കുന്നുണ്ട് സഖാവ് ജെയ്ക് സി തോമസ്. എനിക്കടക്കം മനസ്സിലാക്കേണ്ടത് അതൊരു ദിവസം രാവിലെ വീണ ജോർജോ അല്ലെങ്കിൽ ഇവരുടെ മുൻ മന്ത്രിയോ വന്നപ്പോൾ ഈ മഴുവെറിഞ്ഞ് വീഴ്ത്തി ഉണ്ടാക്കിയ സംവിധാനമല്ല. അതിൽ VS അച്യുതാനന്ദന്റെ ഗവൺമെന്റിന്റെ പങ്കുണ്ട്, നായനാറിന്റെ ഉണ്ട്, ഉമ്മൻചാണ്ടിയുടെ ഉണ്ട്, കരുണാകരന്റെ ഉണ്ട്. ഇവർ പറയുന്നത് കേട്ടാൽ തോന്നും 2016 പിണറായി വിജയൻ മഴുവെറിഞ്ഞുണ്ടാക്കിയതാണ് കേരളം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. പക്ഷെ പ്രത്യേകമായി പരിഗണിക്കേണ്ട 2 ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിന്റെ മാത്രം പറഞ്ഞ് ഞാനത് ഭാഗം വിട്ടോളാം. ബഹുമാനിയായ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടല്ലോ. 2016 ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന സമയത്ത് കേരളത്തിന്റെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എത്രയായിരുന്നു ഡോക്ടർ? 12%. അപ്പൊ UN തന്നെ WHO തന്നെ ആഹ്വാനമുണ്ട് ഇത് കുറയ്ക്കണമെന്നുള്ളത്. അവിടെയാണ് നമ്മൾ സൂക്ഷ്മതയുള്ള ആളുകളിലേക്ക് എത്താൻ വേണ്ടി എങ്ങനെ 1000-ലാണ് ഇത് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കണക്കാക്കുന്നത്, 12-ലേക്ക് വരുന്നു. ഈ 12 എങ്ങനെ കുറയ്ക്കാം? അപ്പോഴാണ് കേരളത്തിലെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി ഉയർന്നു വരുന്നു. കേരളത്തിൽ 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ 12, അപ്പോഴും ഇന്ത്യയിൽ ഇപ്പോഴും 25 ആണ് കേട്ടോ. ഇന്ത്യയായിട്ട് നമുക്ക് കമ്പാരിസൺ ഇല്ല, സമീകരണമില്ല. പക്ഷെ കേരളത്തിന്റെ 12, അതിവിടെ പറഞ്ഞ പോലെ ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം, അത് പ്രശ്നമാണല്ലോ. ഈ 12 കുഞ്ഞുങ്ങൾ 1000 പ്രസവം എടുക്കുമ്പോൾ വരുന്നത് എങ്ങനെ കുറയ്ക്കാം? നമ്മൾ ഹൃദയം പദ്ധതി നടപ്പിലാക്കി. കേരളത്തിൽ പീഡിയാട്രിക് രംഗത്തെ കാർഡിയാക് സർജറി കേരളത്തിൽ പല സ്ഥലത്തും ഉണ്ടായിരുന്നില്ല. ഗവൺമെന്റ് സെക്ടറിൽ എവിടെയും ഉണ്ടായിരുന്നില്ല, ഇൻക്ലൂഡിംഗ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് ലിസിയിലും അമൃതയിലും മാത്രമാണ്. നമ്മളിത് നടപ്പിലാക്കിയിട്ട് നേരെ സ്വകാര്യ ആശുപത്രിയോട് അഭ്യർത്ഥിച്ചു. ഈ ഹൃദയ സംബന്ധമായ പ്രശ്നം വരുമ്പോൾ എമർജൻസി വിത്തിൻ നോ പീരീഡ് നമുക്ക് സർജറി ചെയ്യണം. എത്ര ലക്ഷവും കോടികളും സർക്കാർ ചെലവഴിക്കാം, പക്ഷേ കുഞ്ഞുങ്ങളുടെ മരണനിരക്ക് കുറയ്ക്കണം. 2016 അവിടെ ആരംഭിച്ച പദ്ധതി, ലിസിക്കും അമൃതയ്ക്കും പണം കൊടുത്ത് ഹൃദയ സംബന്ധമായ കുഞ്ഞുങ്ങളുടെ മരണം ഒഴിവാക്കാൻ ആരംഭിച്ച പദ്ധതി ഇപ്പോൾ എന്താണ്? ഞാൻ ഇപ്പോഴും അഭിമാനത്തോടു കൂടെ പറയാം, കോട്ടയം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ സിന്ധുവിനെ ഇവിടെ നിന്ന് പുറത്തേക്ക് പറഞ്ഞയച്ചു. 1 വർഷം അക്കാര്യത്തിൽ പഠിപ്പിച്ചു. ഇപ്പൊ 2026 നമ്മൾ ഒത്തുചേരുമ്പോഴുണ്ടല്ലോ 15,000 കുഞ്ഞുങ്ങളെ സർജറി നടത്തി രക്ഷിച്ചു. ഇപ്പൊ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എത്രയാണെന്നറിയോ? 2016 12 ഉണ്ടായിരുന്ന ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് 5. US-ന്റെ എത്രയാണെന്നറിയോ? 5.06. അതായത് അതിന്റെ പച്ച മലയാളം, നമ്മൾ ഇവിടെ ഒത്തുചേരുന്ന സമയത്ത് ജീവിത പങ്കാളിയിൽ നിന്ന് ഒരു സ്ത്രീ ഗർഭം ധരിച്ചാൽ അവരുടെ ഉള്ളിൽ വളരുന്ന ഭ്രൂണം ആരോഗ്യമുള്ള കുഞ്ഞായി മാറാനുള്ള സാധ്യത US-ലെ ന്യൂയോർക്കിനേക്കാൾ കൂടുതൽ കേരളത്തിലെ എറണാകുളത്താണ്. അതാണ് അതിന്റെ പച്ച മലയാളം. ഇത് മോശമാണോ? ഇതിപ്പോ അച്ചീവ് ചെയ്താണ്. മദർ മോർട്ടാലിറ്റി റേറ്റ് 43% ആണ്. നമ്മുടെ നീതി ആയോഗിന്റെ കണക്കിലുണ്ട് 43%. ഇപ്പോൾ എത്രയാണ്? നമ്മൾ ആ കാര്യത്തിൽ സവിശേഷ ശ്രദ്ധ പതിപ്പിച്ചു. ഈ ട്രോമാറ്റിക് കെയർ സെന്ററുകളൊക്കെ നമ്മുടെ മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചു. അതിന്റെ തുടർച്ചയിൽ എത്രയാണ്? 43% മദർ മോർട്ടാലിറ്റി റേറ്റ് ഉണ്ടായിരുന്ന കേരളം ഇപ്പൊ പോസ്റ്റ് കോവിഡിന് ശേഷം 18-ലെത്തി. ഞാൻ ഇത്രയും ചോദിക്കുന്നുള്ളൂ. ഇപ്പം ഇവർ 4 കുടുംബങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്ക് കോൺഗ്രസിന്റെ BJP-യുടെ പ്രതിനിധികൾ പ്രിസൈസ്ലി ചോദിച്ചാൽ കൊള്ളാതുണ്ട്. കഴിഞ്ഞ ദിവസം ഇവര് ജീവനോട് കൂടിയെങ്കിലും നിൽക്കുന്നുണ്ട്. താരതമ്യേന ആശ്വാസകരം. 2 വയസ്സുള്ള കുഞ്ഞ് മരണപ്പെട്ടു ചികിത്സാ പിഴവിനെ തുടർന്ന് തിരുവനന്തപുരത്ത്. കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് പേരറിയോ? BJP-യുടെ പ്രതിനിധിക്ക് പേരറിയോ? അതെന്താ എസ്കൻ? ഇവരൊക്കെ ജീവനോടെ ഇരിക്കുന്ന ഇവരുടെ പേര് നമുക്കറിയാം. 2 വയസ്സുള്ള ഒരു കുഞ്ഞ് ഡോക്ടർ SS ലാലിന്റെ നാട്ടിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് 1000 തവണ ചങ്കുപൊട്ടി മാതാപിതാക്കൾ നിലവിളിച്ച് പറഞ്ഞു ചികിത്സാ പിഴവിനെ തുടർന്ന് മരണപ്പെട്ടു. ആർക്കും അറിയില്ല. എന്തുകൊണ്ടാ? സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചാൽ കുഴപ്പമില്ല. ഞാൻ ഡോക്ടറാണ്, പ്രൈവറ്റ് ആശുപത്രി ഗവൺമെന്റ് വരണമൊന്നുമില്ല, സർക്കാർ വരണ സ്വകാര്യ ഭരണമില്ല. നമ്മളുടെ മുമ്പിൽ അപ്പോ പ്രൈവറ്റ് ഓർ പബ്ലിക്, ബഹുമാനായ പ്രൊഫഷണൽ കോൺഗ്രസിന്റെ ഭാരവാഹി കൂടിയായിട്ട് ഡോക്ടർ SS ലാൽ പറഞ്ഞതുപോലെ എല്ലാ ജീവനും പ്രധാനപ്പെട്ടതാണ്. ആരുടെ ശരീരത്തിലും ഉണ്ടാകുന്ന കുഞ്ഞു പോറലും ഒരേപോലെ ചർച്ച ചെയ്യപ്പെടണം. പക്ഷെ നമ്മളിൽ പലർക്കും അറിയില്ല. 2 വയസ്സുള്ള കുഞ്ഞ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിട്ട് ആ കുഞ്ഞിന്റെ പേരറിയില്ല. അത് ലെറ്റ് മീ കംപ്ലീറ്റ്. അത് നിർഭാഗ്യകരമാണ്. അത് അങ്ങേയറ്റം ഒഴിവാക്കപ്പെടേണ്ടതാണ്. ജീവനും മനുഷ്യ ശരീരവും ഏത് പ്രൈവറ്റ് പബ്ലിക് വ്യത്യാസമില്ലാതെ ഒരേപോലെ ചർച്ച ചെയ്യപ്പെടണം. അപ്പോഴാണ് അതിന് സങ്കുചിത രാഷ്ട്രീയത്തിന് അതീതമാകുന്നത്. അത് ആത്യന്തികമായി മനുഷ്യ പ്രശ്നമായി അത് മാറുന്നത് അപ്പോഴാണ്. പിന്നെ ഒറ്റ കാര്യം, ഇത് വീണ്ടും പറയുന്നു, ഇപ്പോൾ കേരളത്തിന്റെ ലൈഫ് എക്സ്പെക്ടൻസി റേറ്റ്, അതേപോലെ തന്നെ കേരളത്തിന്റെ ലിറ്ററസി റേറ്റ്, ഇതൊക്കെ കേരളം രൂപീകരിക്കപ്പെടുന്ന സമയത്ത് തന്നെ ഇല്ലേ പോളിസി മാറ്റേഴ്സ്. ഞാൻ അങ്ങയോട് ഇൻഡിക്കേറ്റേഴ്സ് വെച്ച് കണക്ക് പറഞ്ഞതാണ്. 2016 കേരളം തുടങ്ങുന്ന സമയത്ത്, ഈ ഗവൺമെന്റിന്റെ യാത്ര ആരംഭിക്കുന്ന സമയത്ത് മദർ മോർട്ടാലിറ്റി റേറ്റ് 43 ആണ്. ഇപ്പോൾ 19 പോസ്റ്റ് കോവിഡിലും. പിന്നെ ഇത് എന്തൊരു ഇൻടോളറൻസ് ആണ്. ഞാൻ മദർ മോർട്ടാലിറ്റി റേറ്റും ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റും 2016 എവിടെ? ഇപ്പൊ US-നെ തോൽപ്പിച്ച കേരളം എവിടെ? ഇതാണ് പറഞ്ഞത്. ഇവിടെ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഓക്കെ, നമുക്കിതിനെ വീണ്ടും എൻഹാൻസ് ചെയ്ത് ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ 1.001 ആണ് കേരളത്തിന്റെ പബ്ലിക് ഹെൽത്ത് രംഗത്തെ മെഡിക്കൽ നെഗ്ലിജൻസ് റേറ്റ്. WHO-യുടേത് 1 in 10 ആണ്. 10 രോഗികൾ ഒരാൾക്ക് മെഡിക്കൽ നെഗ്ലിജൻസ്. അതുകൊണ്ട് കേരളത്തിൽ സംഭവിക്കാൻ പാടില്ല. നമുക്ക് ആ 0.001 ഇല്ലേ അതും ഇല്ലാതാക്കണം. അതിനാരിലാണ് ഓൾട്ടർനേറ്റീവ്? ആരിലാണ് പ്രതീക്ഷ അർപ്പിക്കാൻ കഴിയുക? അപ്പോ ആദരണീയനായ
യാസ്മിൻ ഷാ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. നമുക്ക് പോസ്റ്റിംഗ് വേണം, ഡോക്ടർമാർ വേണം, സ്പെഷ്യാലിറ്റി ഡോക്ടർമാർ വേണം, നേഴ്സുമാർ വേണം, ഒക്കെ വേണം. നമുക്ക് ഈ സിസ്റ്റത്തെ എൻഹാൻസ് ചെയ്യണം. ഏത് രാഷ്ട്രീയമാണ് സിസ്റ്റത്തെ എൻഹാൻസ് ചെയ്യുന്നത്? അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ആദരണീയനായ മുൻ പ്രതിപക്ഷ രമേശ് ചെന്നിത്തല പറയുകയാണ്, ദ ഡ്യൂട്ടി ഓഫ് ദ ഗവൺമെന്റ് ഈസ് നോട്ട് ടു ബിസിനസ്. അതായത് ഇന്റർനെറ്റ് എത്തിച്ചു കൊടുക്കുക, ആശുപത്രി നടത്തുക, സ്കൂൾ നടത്തുക, ഇതൊന്നും ആരുടെ പണിയല്ല. ഇതൊക്കെ സ്വകാര്യ മുതലാളിമാർ നോക്കിക്കൊള്ളും. ആ രാഷ്ട്രീയമാണോ വേണ്ടത്? അതോ ഇതിന് 10,312 പേരെ ഡോക്ടർമാരായി, സ്പെഷ്യൽ ഡോക്ടർമാരായി, ആരോഗ്യ പ്രവർത്തകരായി പോസ്റ്റിംഗ് നടത്തി 7,712 കോടി രൂപയുടെ നിക്ഷേപം കേരളത്തിന്റെ ആരോഗ്യരംഗത്ത് നടത്തിയ ഇന്ത്യയിലെ ഒന്നാമത്തെ മാതൃകയായിട്ടുള്ള കേരളത്തിന്റെ ഈ അനുഭവം ഞങ്ങളിപ്പോ പ്രത്യേകിച്ച് സർക്കാർ ഡോക്ടർമാരൊന്നുമില്ല, ഡോക്ടർമാർ മൊത്തം നേരിടുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ മാധ്യമങ്ങളെ സംബന്ധിച്ചും പൊതുജനങ്ങളെ സംബന്ധിച്ചും ഒരു സങ്കീർണത, ഒരു പ്രസവം. അതായത് ഒരു രോഗത്തിന്റെയോ അല്ലെങ്കിൽ അതിന്റെ ചികിത്സയുടെ ഭാഗമായിട്ടുണ്ടാവുന്ന ഒരു കോംപ്ലിക്കേഷൻ, അത് ആ രീതിയിൽ കൃത്യമായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലെല്ലാം കൃത്യമായിട്ട് പറഞ്ഞ് പേഴ്സന്റേജ് അടക്കം. ഇപ്പോൾ നേരത്തെ ഈ സഹോദരി പറഞ്ഞ ഈ റെക്ടോവജൈനൽ ഫിസ്റ്റുല എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡെലിവറിയിൽ നമ്മൾ ഡെലിവറി എടുത്തു കഴിഞ്ഞാൽ അതിലൊരു കംപ്ലീറ്റ് പെരീനിയൽ ടയർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മൾ താഴേക്ക് നമ്മുടെ മലാശയത്തിന്റെ ആ മ്യൂക്കോസ വരെ നമുക്ക് ടയർ ഉണ്ടാവാം. അപ്പൊ അത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്ന ആ സമയത്ത് തന്നെ അത് കൃത്യമായി തുന്നുക എന്നുള്ളതാണ്. അത് ഫ്യൂച്ചർ ചെയ്താലും ഒരു 8% വരെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മലാശയവും വജൈനയും തമ്മിൽ ഒരു കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഫിസ്റ്റിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ടെക്സ്റ്റ് ബുക്കുകളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു സങ്കീർണത ഉണ്ടാകുമ്പോൾ അത് ഒരു ചികിത്സ പല രോഗികൾക്കും വന്നിട്ടുണ്ടോ? ഞാൻ ഈ പറഞ്ഞ പെർസെന്റേജ് ഉണ്ടാവുന്നത് വളരെ അപൂർവമാണ്. പക്ഷേ ആ അപൂർവമായിട്ടുള്ള സങ്കീർണതകൾ ഉണ്ടാവുന്നുണ്ട്. അതിനെ നമ്മളൊരു കോംപ്ലിക്കേഷനെ ഒരു ചികിത്സാ പിഴവായി ചിത്രീകരിക്കുന്നതാണ്. ഇപ്പൊ ഏത് കേസ് എടുത്താലും ഇപ്പൊ നിലവിലെ ഒരു ചികിത്സാ പിഴവല്ല, തീർച്ചയായും അതൊരു സങ്കീർണതയാണ്. അതിന്റെ ഇനി ചികിത്സാ പിഴവാണോ എന്ന് നിശ്ചയിക്കണമെങ്കിൽ കൃത്യമായിട്ട് നേരത്തെ ഒരു സൂചിപ്പിച്ച പോലെ അതിന്റെ അന്വേഷണം നടക്കണം. അതിന്റെ ഫൈനൽ അന്വേഷണം നടന്ന റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് അറിയണം. നമുക്ക് അതുപോലെ രാഷ്ട്രീയം കളത്തുന്നൊന്നുമില്ല നമ്മൾ, കാരണം ഇതൊരു മെഡിക്കൽ രംഗത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. മാത്രമല്ല ഇതിന്റെ പേര് ആരോഗ്യവകുപ്പിനെ പ്രതികുട്ടി കയറ്റാനും വേണ്ടിയല്ല ഈ സമാധാനം പോകുന്നത്. എന്നാലും ഞാൻ പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലമായി ഇതിന്റെ നമ്പർ കൂടി വരുന്നു. പണ്ടൊക്കെ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നു. ഇത്തരം പിഴവുകളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഡോക്ടർ ഭാഷ പറഞ്ഞാൽ സങ്കീർണതയോ ഒക്കെ തന്നെ അങ്ങനെയായിരുന്നു. എന്നാൽ ഇന്നങ്ങനെയല്ല. നമ്മളിപ്പം സ്വകാര്യ ആശുപത്രികളിലും ഇതൊക്കെ നടക്കുന്നു എന്നതുകൊണ്ട് നമുക്ക് സർക്കാർ ആശുപത്രികളെ ഇതിനകത്ത് കുറ്റമുക്തമാക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോ ഇവിടെ ഇതിന്റെ വിക്ടിമൈസ്ഡ് ആയിട്ടുള്ള ഒരു 4ഓളം കുടുംബങ്ങൾ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായി സങ്കുചിത രാഷ്ട്രീയത്തിന് അതീതമായി ഈ കാര്യത്തിൽ നമ്മൾ ആരോടൊപ്പമാണെന്ന് ചോദിച്ചാൽ അർത്ഥസംഖ്യകൾക്കിടയില്ലാത്ത വണ്ണം ഇപ്പോൾ ലക്ഷത്തിലോ കോടിയിലോ ഒന്നോ ആയിരിക്കാം ഈ മെഡിക്കൽ നെഗ്ലിജൻസ് അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞ പോലെ കോംപ്ലക്സിറ്റി അഥവാ സങ്കീർണത. അങ്ങനെ കോടിയിലൊന്നായിരിക്കാൻ സാധ്യതയുള്ള സങ്കീർണതകളിൽ ഒന്നാണ് ഇവരുടേതെങ്കിലും ഉപാധിരഹിതമായി നമ്മളെല്ലാവരും ഇവരോടൊപ്പമാണ്. ഇവർക്ക് നീതി ലഭിക്കണമെന്നുള്ളതും ഇവരുടെ കാര്യത്തിൽ ആരോഗ്യ സംബന്ധമായ അശ്രദ്ധ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അശ്രദ്ധ നടപടിക്ക് വിധേയമാക്കപ്പെടണമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല, ഒരു തർക്കവുമില്ല. ഇതാണ് ഈ കാര്യത്തിൽ ഏറ്റവും പ്രാഥമികമായ കാര്യം. ഞാൻ മനസ്സിലാക്കുന്നു ഏതു രാഷ്ട്രീയത്തിനും മതജാതി സമുദായത്തിൽപ്പെട്ട ആളുകൾക്കും ഈ കാര്യത്തിൽ വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഉണ്ടാകാൻ സാധ്യതയില്ല, അവിതർക്കിതമാണ്. പക്ഷെ ഇപ്പോൾ നടക്കുന്ന ഒരു പ്രചരണത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഇതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ആഗ്രഹിച്ചിരുന്നു ഒരുപക്ഷെ ചർച്ചയുടെ തുടർച്ചയിൽ ഈ കാര്യത്തിൽ എന്നേക്കാൾ അധികം പാണ്ഡിത്യമുള്ള ബഹുമാനിയായ വിവിധ മേഖലകളിലെ ഡോക്ടർമാർ നമ്മുടെ സദസ്സിലുണ്ട്. പ്രൊഫഷണൽ കോൺഗ്രസിന്റെ കൂടെ ഭാരവാഹിയായ ഡോക്ടർ SS ലാൽ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇതിനോടൊപ്പം നമ്മളോട് സംബന്ധിച്ച നമ്മുടെ കോപ്പാനലിസ്റ്റായ ഡോക്ടറുണ്ട്. മറ്റു ഡോക്ടർമാർ അടക്കുന്ന ആളുകൾ സംവദിക്കാനിരിക്കുന്നു. കേരളത്തിന്റെ ഇപ്പോഴത്തെ ആരോഗ്യ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താ കാര്യം എന്താണ്? ഒരു കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഏക അഭിപ്രായമുണ്ട്. കേരളത്തിന്റെ ആരോഗ്യ മേഖല ലോകോത്തരമാണ്. അത് ഇന്ത്യയോട് സമീകരിക്കപ്പെടേണ്ടതല്ല, അത് യൂറോപ്പിനോട് സമീകരിക്കപ്പെടേണ്ടതാണെന്ന് ഇന്നത്തെ ദിവസം പറഞ്ഞ നദാലിയാണ്. റഷ്യയിൽ നിന്ന് വന്ന് അങ്ങയുടെ ചാനലടക്കം വാർത്ത വന്നു. റഷ്യയിൽ നിന്ന് വന്ന് പയ്യന്നൂരിൽ വെച്ച് പരിക്കുപറ്റി പരിയാരം മെഡിക്കൽ കോളേജിൽ സർജറിക്ക് വിധേയമാക്കപ്പെട്ടതിന് ശേഷം അവർ തന്നെ എഴുതിയിട്ടു, എന്റെ നാട്ടിൽ റഷ്യയിലായിരുന്നുവെങ്കിൽ എത്രയോ ആയിരക്കണക്കിന് തുക ഇതിനേക്കാൾ അധികം ചെലവഴിക്കേണ്ടവരുമായിരുന്നു. പക്ഷെ ഞാൻ സുരക്ഷിതമായി സന്തോഷത്തോടുകൂടി ചികിത്സയ്ക്ക് വിധേയമാക്കപ്പെട്ടു. എന്റെ അഭിപ്രായമല്ല. രാഷ്ട്രീയത്തിന്റെ ഭാഗമായി അവർ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നിരിക്കാൻ സാധ്യതയുമില്ല. റഷ്യയിൽ നിന്ന് വന്ന യുവതിയാണല്ലോ. അപ്പോൾ ഇത് ലോകോത്തരമാണെന്നുള്ള കാര്യത്തിൽ നമ്മുടെ നാട്ടിൽ ആർക്കും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷെ ഇപ്പോൾ ഈ പറയുന്നത് പോലെ കേരളത്തിന്റെ പൊതുജനാരോഗ്യ ശൃംഖലയുടെ പ്രത്യേകത എന്താണ്? ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിക്കപ്പെട്ട കണക്കിൽ കേരളത്തിലെ മെഡിക്കൽ കോളേജിലും ജനറൽ ആശുപത്രികളിലും മാത്രം സന്ദർശനം നടത്തി മടങ്ങിപ്പോകുന്ന രോഗികളുടെ എണ്ണം എന്ന് പറയുന്നത് 11,83,44,000 ആളുകളാണ്. 11 കോടി. അതാണ് IPOP നിരക്ക്. ഒരു വർഷം ശരാശരി കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ അതോടൊപ്പം ജനറൽ ആശുപത്രിയിൽ നടക്കുന്ന സർജറി എന്ന് പറയുന്നത് 2.45 2,45,000 മുകളിലാണ്. 2,45,000 സർജറിക്കകത്ത് അങ്ങ് സൂചിപ്പിച്ചതുപോലെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ 43 പരാതികൾ വന്നിട്ടുണ്ട്. ഈ 43 പരാതികളുടെ പേരിൽ ബാക്കി 2,44,000 സർജറികളും വിജയകരമാക്കി പൂർത്തീകരിച്ച കേരളത്തിൽ പർവ്വത സദൃശ്യമായ ജോലിയെടുത്ത നമ്മുടെ പൊതുജനാരോഗ്യ പ്രവർത്തകർ, ഡോക്ടർമാർ, അവരൊക്കെ അഹോരാത്രം ജോലി ചെയ്ത് സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ഈ പൊതുജനാരോഗ്യ മേഖല ആകെ മോശമെന്ന നരേഷൻ ഇപ്പോൾ ഉണ്ടാക്കുന്നതിന് പിന്നിലൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ഒറ്റ വാചകത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് വേറൊന്നുമല്ല, കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ 3000 കോടിയോളം തുക മുടക്കിയിട്ട് US ബ്ലാക്ക് സ്റ്റോൺ ഏറ്റെടുത്തിരിക്കുന്നു. നമ്മുടെ ആസ്റ്റർ ഹോസ്പിറ്റൽ ശൃംഖല 2000 കോടി രൂപ മുടക്കി ആന്ധ്രയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് കമ്പനി ഏറ്റെടുത്തിരിക്കുന്നു. ബേബി മെമ്മോറിയലും ആസ്റ്ററും ഉൾപ്പെടെയുള്ള കേരളത്തിലെ സ്വകാര്യ വൻകിട ആശുപത്രികൾ എന്തിനു വേണ്ടിയിട്ടാണ് ആയിരക്കണക്കിന് കോടി രൂപ മുടക്കി US ബ്ലാക്ക് സ്റ്റോൺ മുതൽ ആന്ധ്ര ആസ്ഥാനമായി വന്നിരിക്കുന്ന ഗ്രൂപ്പുകൾ വരെ ഏറ്റെടുക്കുന്നത്? അവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, 11 കോടി ജനങ്ങൾ
പ്രതിവർഷം ആശ്രയിക്കുന്ന ഒരു പൊതുജനാരോഗ്യ ശൃംഖലയുള്ള നാട്ടിൽ എത്ര കോടി മുടക്കി ബേബി മെമ്മോറിയലും ആസ്തിറും വാങ്ങിയാലും ആ കച്ചവടം ലാഭത്തിലാകില്ല. ആ കച്ചവടം ലാഭത്തിലാകണമെങ്കിൽ വീട് വിറ്റിട്ടും ആധാരം പണയം വെച്ചിട്ടും ഈ സർജറി ഈ സ്വകാര്യ ആശുപത്രികളിൽ പോയി ചെയ്താൽ മാത്രമേ അത് ലാഭത്തിലാകൂ. അപ്പോ പ്രശ്നം കാണേണ്ടത് ഇവരോടൊപ്പമാണ്, അത് അവിതർക്കിതമായ കാര്യമാണ്. പക്ഷേ ഈ 4 കേസിന്റെ മറവിൽ കേരളത്തിലെ 2,47,000-ലധികം വരുന്ന സർജറികൾ, അതിന്റെ വിജയകരമായ പ്രതീകമായ പൊതുജനാരോഗ്യ മേഖല, അത് മോശമാണെന്ന് വരുത്തി തീർക്കുന്നതിന് പിന്നിൽ ദുഷ്ടലാക്കുണ്ട്. ആ 2 ലക്ഷം നമുക്ക് പരിഹാരമല്ലാത്തത് കൊണ്ട് അതവര് വാങ്ങിയിട്ടില്ല. അതവര് വാങ്ങിയിട്ടില്ല. പുരാൻ എഴുന്നള്ളുന്നുണ്ട്. അപ്പൊ വഴിയരികിലിരിക്കുന്ന പാവപ്പെട്ടവരെ അവിടെ നിന്ന് ക്ലിയർ ഓഫ് ചെയ്യണം എന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നുകൊണ്ടാണ് ആരോഗ്യമന്ത്രി 2 മണിക്കൂർ മുമ്പ്, ഉദ്ഘാടനത്തിന് 2 മണിക്കൂർ മുമ്പ് അവിടെ എത്തി അവരെ സമാശ്വസിപ്പിച്ച് ആ സമരപന്തൽ അഴിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. അല്ലെ ഹർഷന? അല്ലെ? സർക്കാർ ഒരു തുക പ്രഖ്യാപിച്ചിരുന്നു. അവരുടെ വാദത്തെ ഞാൻ മുഖവിലേക്ക് എടുക്കുന്നു, തള്ളിക്കളയുന്നില്ല. 2 ലക്ഷം രൂപ കോമ്പാറ്റബിൾ അല്ല, അത് പോരാ എന്നുള്ള അവരുടെ അഭിപ്രായം സ്വീകാര്യം ഇരിക്കട്ടെ. പക്ഷേ സർക്കാർ 2 ലക്ഷം രൂപ പ്രഖ്യാപിച്ചിരുന്നു, അവർ സ്വീകരിക്കാൻ തയ്യാറായില്ല. അതൊന്ന്. പിന്നെ ഇവരുടെ തന്നെ പ്രിസൈസ്ലി കേസ്, ഞാനത് സൂക്ഷ്മതയിലേക്ക് പോകുന്നില്ല, പ്രിസൈസ്ലി ഈ കേസ് വന്നാൽ എന്താണ്? പോലീസ് കേസെടുക്കുന്നു, ഇവർ ഉന്നയിച്ച ആളുകളെ കേസിന്റെ തുടർ നടപടികൾക്കൊപ്പം ഇവരോടൊപ്പം തന്നെ നിന്നുകൊണ്ട് പ്രോസിക്യൂട്ട് ചെയ്യാൻ ഡോക്ടർമാർക്ക് അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അത് മറ്റൊന്ന് ഭാഗത്ത് നിൽക്കുന്നു. പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ അനുമതി കൊടുക്കുന്നു. അതിന്റെ തുടർച്ചയിൽ 2 മെഡിക്കൽ വിദഗ്ധ സംഘം ഇവരുടെ വയറ്റിനുള്ളിൽ കുടുങ്ങിയ ഈ മെഡിക്കൽ എക്യുപ്മെന്റിനെ സംബന്ധിച്ച് പരിശോധിച്ചു. 2 റിപ്പോർട്ടായിരുന്നു. അതായത് ഇതിന്റെ കാലപ്പഴക്കത്തെ സംബന്ധിച്ച് പരിശോധന നടത്തിയപ്പോൾ അവർ തന്നെ അവരുടെ ഭാഗത്ത് പറഞ്ഞു 3 തവണ സർജറി നടത്തി. ഏതു സർജറിയിലാണ് ഈ മെഡിക്കൽ എക്യുപ്മെന്റ് കുടുങ്ങിയത് എന്നതിനെ സംബന്ധിച്ച് 2 മെഡിക്കൽ ടീം പരിശോധന നടത്തിയപ്പോൾ 2 റിസൾട്ട് ആയിരുന്നു. അതിന്റെ തുടർച്ചയിലാണ് കോടതിയിലേക്ക് പോയത്. വിത്ത് ഡ്യൂ റെസ്പെക്ട്, നമ്മൾ ഇവരോടൊപ്പം ഇരുന്നുകൊണ്ട് അതിന്റെ നിയമ നടപടിക്രമങ്ങളുടെ പൂർത്തീകരണത്തിനായി സർക്കാർ ഇവരോടൊപ്പം എന്നതാണ് എന്റെ അഭിപ്രായം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.